സെക്രട്ടറി, വിവിധ പ്രസ്ഥാന ബാല്യ സമാജം സെക്രട്ടറിമാർ എന്നിവർ മുൻപോട്ട് വരാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഗാനം ഈ സമയത്ത് ആലപിക്കും. പെട്ടെന്നോ പെട്ടെന്നോ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏറ്റവും വന്ധ്യനായ നമ്മുടെ പ്രിയ തോമസ് പി ജോണച്ചൻ, ദേവാലയത്തിൻ്റെ ആദരണീയനായ ട്രസ്റ്റി പ്രിയപ്പെട്ട ശമേലശാൻ, സെക്രട്ടറി പ്രിയപ്പെട്ട പോസ്റ്റാൻ,
പ്രിയപ്പെട്ട ജോണി അച്ഛൻ, നമ്മുടെ ഇടവകയുടെ മർത്തമറിയ സമാജം സെക്രട്ടറിയും കൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കുന്ന ശ്രീമതി ജെസി കോശിയോടുകൾ, സൺഡേ സ്കൂൾ അച്ഛമ്മ പ്രിയപ്പെട്ട മോളിമാമ, പ്രാർത്ഥന സെക്രട്ടറി ശ്രീമതി ലിജി, ഏറ്റവും ബഹുമാനമുള്ള മാനസികങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യവും സ്നേഹവുമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏറെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളും ഈ ഇടവകയുമൊക്കെ കടന്നു പോകുന്നത്. നമുക്കേറെ സ്നേഹം, ബഹുമാനവും വാത്സല്യവും ആദരവുമൊക്കെയുള്ള പ്രിയപ്പെട്ട തോമസ് ജോണച്ചൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ 25 വർഷങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടും പൂർത്തീകരിച്ചിരിക്കുകയാണ്. 25 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലമായിട്ട് നമുക്ക് തോന്നത്തില്ല എങ്കിൽ പോലും 4 നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ദീർഘമായ സമയമുണ്ട് എന്ന് നമുക്ക് തോന്നും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പോലും സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കുകയും സമയക്ലിപ്തത പാലിച്ചത് പൂർത്തീകരിക്കണമെന്നുള്ളത് കൊണ്ടും വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ ഈ സമയത്ത് ഓർമ്മിക്കട്ടെ. ഈ ഇടവകയുടെ ഒരു ശുശ്രൂഷകനായി ചുമതലയേറ്റ നിമിഷം മുതൽ ഒരു വികാരിയച്ഛന് ഇടവകയിലെ ഒരു പട്ടക്കാരൻ നൽകുന്ന സ്നേഹത്തെക്കാൾ ഉപരിയായ ഒരു സ്നേഹവും കരുതലും പ്രിയപ്പെട്ട അച്ഛൻ എനിക്ക് നൽകുന്നുണ്ട്. അതിനു മുൻപേ തന്നെ അച്ഛനുമായിട്ടുള്ളൊരു ആഴമായ സ്നേഹവും അടുപ്പവുമുണ്ട്. പ്രത്യേകിച്ച് ശാലീൻ ഭവന്റെ ചുമതലയിൽ അച്ഛനായിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ സന്ധ്യയിലുള്ള ചില കൂട്ടായ്മകൾ വായനാക്കൂട്ടമായിട്ട് അവിടെ കൂടുകയും രാത്രി ഏറെ വൈകി വരെ അവിടെ ചിലവഴിക്കുകയും ചെയ്തത് ഓർക്കുന്നു. ഞാൻ 2009 വൈദ്യസേനായിൽ 3-ാം വർഷം പഠിക്കുമ്പോൾ അന്ന് വൈദ്യസേനായുടെ റിട്രീറ്റ് എടുത്തത് തോമസ് ജോണച്ചനാണ്. അന്ന് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ ജീവിതത്തിലൊക്കെ വിശദമായ ചില ബന്ധങ്ങളുണ്ടാകണം. അത് നല്ല സൗഹൃദങ്ങളാകാം, ആഴമുള്ള അടുപ്പമുള്ള ചില ബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഈ ബലിപീഠത്തിൻ്റെ വിശുദ്ധി ആ ബന്ധങ്ങൾക്കൊക്കെ ഉണ്ടാകണമെന്ന് അച്ഛൻ അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തു തന്നെയായാലും പ്രിയപ്പെട്ട പ്രസാദ് മാത്യുവിനും പ്രിയപ്പെട്ട തോമസ് ജോണച്ചനും പ്രസാദ് അച്ഛനെ വൈദ്യസേനയിലേക്ക് അയച്ച അച്ഛനാണ്. ഇപ്പോഴും അച്ഛൻ്റെ ഒരു സ്നേഹവും കരുതലും എന്നോടൊപ്പം ഉണ്ട്. തോമസ് ജോണച്ചനും ഏറെ കരുതലും സ്നേഹവും നൽകിക്കൊണ്ടിരിക്കുന്നു. 2 വൈദികരെ ഏറെ ആദരവോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഒരു വൈദികൻ ഒരു സഭയുടെ ഭാഗമാണെങ്കിൽ പോലും വൈദികൻ ഒരിക്കലും മറക്കാനാവാത്തൊരിടം അദ്ദേഹത്തിൻ്റെ പള്ളിയാണ്. പ്രത്യേകിച്ച് ഒരു പള്ളിയിലെ ആദ്യത്തെ വൈദികൻ എന്ന് പറയുമ്പോൾ അത് പള്ളിക്കും അദ്ദേഹത്തിനും ഒരു വലിയ അനുഭവമാണ്. അങ്ങനെ ഒരു അനുഭവം ഞാൻ അനുഭവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ബലിപീഠത്തിന് മുൻപിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി, അതിന് ചുറ്റും നിന്ന പ്രാർത്ഥനയോടെ ശുശ്രൂഷ ചെയ്തതൊക്കെയാണ് ജീവിതത്തിൽ എവിടെ പോയാലും ആ വൈദികന് ലഭിക്കുന്ന ഒരു ഊർജ്ജം. അങ്ങനെ ഈ മംഗളിപ്പള്ളിയോടൊപ്പം ഉള്ള വളർച്ചയാണ് തോമസ് ജോണച്ചൻ്റേത്. പള്ളിക്ക് ചുറ്റുമുള്ള കറക്കമാണ്. ലോകത്ത് എവിടെ പോയാലും അച്ഛൻ ഈ പള്ളിക്ക് ചുറ്റും നിന്ന് തന്നെയാണ് കറങ്ങുന്നത്. ഈ പള്ളിയിൽ നിന്നുള്ള ഊർജ്ജമാണ് അച്ഛനെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ പ്രൊവിൻസറായ ഒരു പ്രാർത്ഥനയുണ്ട്. മണ്ണിലെ നിത്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ കരുണയോടെ നീ എന്നെ അർഹനാക്കി തീർക്കുകയും എന്ന് തുടങ്ങുന്നത്. ഭൂമിയിലെ നിത്യമായ പൂഴിയായിരുന്ന ഒരാളെ പട്ടുധരിച്ചവനൊപ്പം നിന്ന് പട്ടക്കാരൻ മാണിക്യങ്ങളെ വേറിയിടുന്നുവെന്ന് നമ്മൾ അഗ്നിമയന്മാരുടെ പാട്ടിൽ പാടുന്നുണ്ട്. അത് കർത്താവിനോടൊപ്പം നിന്ന് പട്ടക്കാരൻ മാണിക്യങ്ങളെ നമുക്കായി നൽകുന്ന അനുഭവമാണ്. ആ യോഗ്യതയിലേക്ക് ഉയർത്തുക എന്നുള്ളത് കർത്താവിന് വലിയ കരുണയാണ്. ആ കരുണയോടെ ചേർത്ത് പിടിച്ച ദൈവത്തിന് മുൻപിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വൈദികനെ രൂപപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വൈദികനായി തീരാനുള്ള ആഗ്രഹമുണ്ടാവുകയോ താല്പര്യമുണ്ടാവുകയോ ചെയ്യുമ്പോൾ അതിനെ കെടുത്തിക്കളയാതെ അതിനെ ഊതിക്കത്തിക്കുക എന്നുള്ളത് കലാകാലങ്ങളിൽ ദേവാലയത്തിൽ ശുശ്രൂഷിച്ച വൈദികർ നൽകുന്ന ഒരു പ്രചോദനം തന്നെയാണ്. അങ്ങനെ ശുശ്രൂഷിച്ച വൈദികരെ ഓർക്കുന്നത്. ഏറെ പ്രാർത്ഥനയോടെ ഓർക്കേണ്ട 2 പേര് അച്ഛൻ്റെ മാതാപിതാക്കളാണ്. ഇന്ന് അച്ഛൻ ദൈവവചന ശുശ്രൂഷയിൽ ഓർപ്പിച്ചതുപോലെ
ഒരു അദൃശ്യ ആത്മീയ സാന്നിധ്യമായി ആ അമ്മച്ചിയുടെ ആത്മാവ് നന്നായി സന്തോഷിക്കുന്നുണ്ട്. ഈ ദേവാലയത്തോട് ചേർന്ന് നിന്ന എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോട് ചേർന്ന് നിന്നൊരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട അമ്മച്ചി. അമ്മച്ചിയുടെ ആത്മാവിനെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. പ്രിയപ്പെട്ട യൂണിയപ്പച്ചൻ്റെ നല്ല കരുതൽ ഒക്കെ ഈ സമയത്ത് ഓർക്കാം. എല്ലാ രക്തബന്ധങ്ങളും ആരംഭിക്കുന്നത് ജീവിത പങ്കാളിയിൽ നിന്നാണ്. പ്രിയപ്പെട്ട കൊച്ചമ്മ അവിടെയാണെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവരെല്ലാവരും ഇവിടെയാണ് എന്ന് പൂർണ്ണമായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ കൊച്ചമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അത്രയ്ക്ക് ഇമോഷണലായാണ് കൊച്ചമ്മ നമ്മളോട് സംസാരിച്ചത്. അവർക്ക് വല്ലാതെ നമ്മുടെ ഇടവകയുടെ പ്രസ്ഥാനങ്ങളെയും ഇടവകയുടെ പങ്കാളിത്തത്തെയും കൂട്ടായ്മയും ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്നവരാണ്. അച്ഛൻ്റെ കൊച്ചമ്മയോടും ദൈവം നൽകിയ കുഞ്ഞുങ്ങളോടും സഹോദരങ്ങളോടും എല്ലാവരോടും ചേർന്ന് നിൽക്കുന്നു. ഈ ഇടവകയിൽ നിന്നൊരു വൈദികൻ രൂപപ്പെട്ട വൈദികനെ പരുവപ്പെടുത്തിയെടുക്കാൻ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ പിൻബലമായിരിക്കാൻ നിങ്ങൾ കാണിച്ച സ്നേഹത്തോട് ഇടവക കൃത്യമായി ആദരവർപ്പിക്കുന്നു. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ഒരു വൈദികൻ ഒറ്റയ്ക്കൊരു ബലവുമില്ല. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലത്തിൽ മാത്രമാണ് ഒരു വൈദികന് ബലമുണ്ടാകുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി പറയാം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ നിഴല് പോലെ ഒരു പുരോഹിതനുണ്ട്. ആ ഓരോ വ്യക്തിയും സ്വാധീനിക്കുകയോ പ്രചോദനം നൽകുകയോ പ്രചോദിപ്പിക്കുകയോ വെല്ലുവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട കന്യത്ത് ഇന്ന് ഈ ശുശ്രൂഷയിലും ആരാധനയിലും ഒക്കെ നമ്മളോട് സംബന്ധിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛ, ഈ വർഷങ്ങളിൽ അച്ഛനെ ദൈവം ബലപ്പെടുത്തിയതുപോലെ തുടർന്നും ബലപ്പെടുത്തട്ടെ, ആയുസ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. എവിടെയായിരുന്നാലും മങ്കുഴിപ്പള്ളിയിൽ നിന്നുള്ള ഊർജ്ജം അച്ഛന് ബലമാകട്ടെ. പ്രത്യേകമായി ഏറെ ആദരവും സ്നേഹവും അറിയിക്കുന്നു. 22/6/1969 പ്രിയപ്പെട്ട അച്ഛൻ ജനിച്ചത്. 1/5/2000 അച്ഛൻ്റെ വിവാഹകൂദാശ കറ്റാനം വലിയ പള്ളിയിൽ വെച്ച് ആശീർവദിക്കപ്പെടുന്നത്. 9/6/2000 പ്രിയപ്പെട്ട അച്ഛൻ വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അച്ഛൻ്റെ ആ ശുശ്രൂഷകൾക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ അതിനൊരു ക്രമമുണ്ട്. സെമിനാരിൽ 3 വർഷം പഠിക്കുക, ഷമാശനാവുക, കല്യാണം കഴിക്കുക, പൂർണ്ണ ഷമാശനാവുക, വൈദികനാവുക. അതാണ് ആ ക്രമം. എന്നാൽ അച്ഛൻ്റെ കാര്യത്തിൽ ആ ക്രമം തെറ്റിയാണ് പോയത്. അത് സഭ നൽകുന്ന പ്രത്യേകമായ ഒരു പ്രിവിലേജാണ്. കാരണം അച്ഛൻ ഷമാശനായ സമയത്ത് സഭയിൽ മൂറോൻ കൂദാശ നടക്കുന്ന സമയമാണ്. ഈ വരുന്ന 40-ാം വെള്ളിയാഴ്ചയും മൂറോൻ കൂദാശയുണ്ട്. മൂറോൻ കൂദാശയ്ക്ക് എല്ലാ സ്ഥാനികളും 12 പേർ വീതം വേണമെന്നാണ്. 12 ഷമാശന്മാർ, 12 അച്ഛന്മാർ, 12 പൂർണ്ണ ഷമാശന്മാർ, 12 കോർപ്പിസ്കോപ്പർമാർ, അങ്ങനെ എല്ലാവരും 12 റംബാശന്മാർ, അങ്ങനെ എല്ലാവരും 12 പേര് വീതം വേണമെന്നാണ്. അങ്ങനെ അച്ഛനെ അന്ന് ബാബാ തിരുമേനി സ്പെഷ്യൽ പ്രിവിലേജ് നൽകി വിവാഹത്തിന് മുൻപേ തന്നെ പൂർണ്ണ ഷമാശനാക്കിയ ആളാണ്. അതൊരു ഭാഗ്യമാണ് ഒരു കണക്കിന് പറഞ്ഞാൽ. അങ്ങനെ ആ പരിശുദ്ധ പിതാവിൻ്റെ കരുതലെ സ്നേഹവും ഒത്തിരി ലഭിക്കുവാൻ അച്ഛനിടയായി. എല്ലാ കൃപയും അച്ഛന് ദൈവം നൽകട്ടെ എന്ന് ഇടവക മൊത്തമായി ചേർന്ന് ഇടവകയുടെ ട്രസ്റ്റിയോടും സെക്രട്ടറിയോടും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളോടും ചേർന്ന് ആശംസിക്കുന്നു. ദൈവം ബലപ്പെടുത്തട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന് ചുരുക്കമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. തോമസ് ദൈവം അച്ഛനെ തുടർന്നും ബലപ്പെടുത്തുകയും അച്ഛൻ്റെ തുടർന്നുള്ള ജീവിതം ദൈവകൃപയിൽ നിറയുന്നത് നോക്കിക്കാണുവാൻ ഞങ്ങളെ ദൈവം സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ ഒരു ഉപഹാരം പ്രിയപ്പെട്ട അച്ഛന് പ്രത്യേകമായിട്ട് നൽകുന്നു. അതിനു മുൻപ് അച്ഛന് ഉപഹാരം നൽകുന്നതിന് മുൻപ് നമ്മൾ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ പിതാവിനെ ആദരിക്കുകയാണ്. അമ്മയുടെ ആത്മീയമായ മധ്യസ്ഥ അഭയം പ്രാപിക്കുന്നു. അച്ഛൻ്റെ പിതാവിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വൈദികനെ ഇടവകയ്ക്ക് നൽകിയ കുടുംബമാണ്. ആ വൈദികൻ്റെ ജീവിതത്തിന് കരുത്തോടെ ചേർന്ന് നിന്ന ഒരു വ്യക്തിത്വമാണ്. 2, അപ്പച്ചൻ്റെ 90ാമത് ജന്മദിനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. 2 കാര്യങ്ങളും ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട അപ്പച്ചന് പ്രത്യേകമായ ഇടവകയുടെ ആദരവ് ഈ സമയത്ത് നൽകുന്നു. അതിനെ തുടർന്ന് പ്രിയപ്പെട്ട അച്ഛനും ഇടവകയുടേതായ ആദരവ് നൽകുന്നു. അച്ഛൻ ഇന്ന് ധരിച്ചിരിക്കുന്ന കാപ്പ ഇടവക അച്ഛൻ്റെ രജത ജൂബിലി വാർഷിക സമ്മാനമായിട്ട് അച്ഛന് പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു എന്ന കാര്യവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.
ഇടവകയുടെ ഒരു മംഗളോപഹാരം പ്രിയപ്പെട്ട അച്ഛന് നൽകുന്നു. നീ എന്നേക്കും ഒരു പുരോഹിതനാകുന്നു. സങ്കീർത്തനം 110:4. ദൈവവചനങ്ങളും ദൈവകരങ്ങളും ചേർത്ത് പിടിച്ച് ക്രിസ്തുവിനോടൊപ്പം ഞങ്ങൾക്ക് മാതൃകയായി അങ്ങ് നടന്ന 25 വർഷങ്ങൾ. പ്രിയപ്പെട്ട അച്ഛ, അങ്ങ് നൽകിയ സ്നേഹസ്മരണകൾക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ സ്നേഹോപകാരം സമർപ്പിക്കുന്നു. സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളി, തെക്കേമങ്കുഴി, 2026 ഫെബ്രുവരി 8 ആനീവേ പെരുന്നാൾ. ഇടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട കോശാന ഒരു വാക്ക് ആശംസയെ സമയത്ത് അറിയിക്കും. ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോയിസ് അച്ഛൻ, തോമസ് പി. ജോണച്ചൻ, ജോണിച്ചൻ ഉൾപ്പെടെയുള്ള സദസ്സിലും പുലർത്തുന്ന സ്നേഹവിശ്വാസികളെ, സ്നേഹികളെ, കുഞ്ഞുങ്ങൾ, ബഹുമാനപ്പെട്ട തോമസ് പി. ജോണച്ചൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അച്ഛനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ജോയിസ് അച്ഛൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ കൈമുത്തിന് മുമ്പുള്ള സമയത്ത് കൂടുതൽ സമയം ഞാൻ വിനിയോഗിക്കുന്നില്ല. നമുക്കറിയാം, ഇപ്പം അച്ഛനെ ആദരിക്കുന്നതിന് മുമ്പ് തന്നെ ജോണിച്ചാനെ നമ്മൾ ആദരിച്ചു. ജോണിച്ചാന് 9 പതിറ്റാണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. 90-ൻ്റെ നിറവിൽ, നവതിയുടെ നിറവിലാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം എടുത്ത് യുവജന പ്രസ്ഥാനത്തെ നന്നായി നയിക്കുന്ന ഒരു ജോണിച്ചാനാണ് എനിക്കറിയാവുന്നത്. ഇവിടെ സൺഡേ സ്കൂളിനായാലും മറ്റെല്ലാവർക്കും മാതൃകയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അച്ഛൻ നേരത്തെ സൂചിച്ചതുപോലെ ഒരു പഴയൊരു നോട്ടീസ് ഇവിടെ കിട്ടി. അതിനകത്ത് ജോണിച്ചാനോടൊപ്പം അന്ന് ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ഒരു സദസ്സാണ്. അത്തരത്തിലേക്ക് നന്നായ നിലവാരം പുലർത്തി ജോണിച്ചാൻ പ്രവർത്തിച്ചു. ആ ജോണിച്ചാൻ നടന്ന വഴിയിലാണ്, ആ വഴിയിലൂടെയാണ് ബഹുമാനപ്പെട്ട തോമസ് പി. ജോണച്ചനും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും തലമുറ കൈമാറി എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സമൂഹത്തിനും സഭയ്ക്കും ഇടവകയ്ക്കും മാതൃകയായിട്ടാണ് മുന്നോട്ട് വരുന്നത്. തോമസ് പി. ജോണച്ചനുമായിട്ട് ഒരുപാട് വ്യക്തിബന്ധങ്ങൾ, പ്രായ വ്യത്യാസം അല്പമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉണ്ട്. ബദ്ധായിക്കകത്ത് ഞങ്ങൾ ഒരുമിച്ച് ശിക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ കോളേജിലും ഒക്കെ കൂട്ടായ്മയിൽ ഇന്നും അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആരംഭിക്കുന്ന കാലഘട്ടം മുൻപുണ്ടായിരുന്നു. അതിൻ്റെ ഇടക്കാലത്തിലായിരുന്നു. വർഗീസ് അച്ഛൻ്റെ കാലഘട്ടത്തിൽ ആദ്യ സെക്രട്ടറി ഞാൻ, രണ്ടാമത് തോമസ് പി. ജോൺസൺ സെക്രട്ടറിയായി യുവജന പ്രസ്ഥാനത്തെ അങ്ങോട്ട് ഇന്നോട്ട് വരെയും നയിക്കുന്നു. എല്ലാ ആത്മീയ സംഘടനകൾക്കും ഒരു പ്രചോദനമായി അച്ഛൻ നിലനിർത്തുന്നു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി പറഞ്ഞ പോലെ ഓരോ അച്ഛന്മാരുടെയും ജീവിതമാണ് സുവിശേഷം. സുവിശേഷം പറയുമ്പോൾ നമ്മളുടെ ജീവിതം സുവിശേഷമായി മാറണം. അത്തരത്തിലേക്കാണ് ഏത് മതവിഭാഗത്തിൻ്റെ ആയാലും പുരോഹിതന്മാർ, ആ പുരോഹിതന്മാരെ കണ്ട് നന്നായിട്ട് പോകാനായ സമൂഹം മുന്നോട്ട് വന്നാൽ നമുക്ക് ഐശ്വര്യപൂർണ്ണമായ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ യുവജന പ്രസ്ഥാനത്തിന് മാത്രമല്ല എല്ലാ സംഘടനകൾക്കും മാതൃകയായി തോമസ് പി. ജോൺസൺ ഇന്നും നിലനിൽക്കുന്നു. വിദേശത്തായാൽ പോലും നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് അപ്പുറമായിട്ട് കാണാൻ കഴിക്കുന്ന 6 വർഷക്കാലം ശാലോ ഭവന്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. സ്വയബോധമുള്ളവരെ നയിക്കാനൊക്കാത്ത ഒരു വർത്തമാന കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ആ മാനസികമായ ദൗർബല്യമുള്ളവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സന്തോഷം പകരുന്ന കാഴ്ച ഞങ്ങൾ പലപ്പോഴും അവർ സന്ദർശിച്ച് നമുക്ക് കാണുവാനായിട്ടും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത്തരത്തിലാണ് അച്ഛൻ പ്രവർത്തിച്ചിട്ടുള്ളത്. തുടർന്നും അത്തരത്തിലേക്ക് വന്ന് അച്ഛനോട് സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചമ്മയുടെ വീടായാലും അതുപോലെ തന്നെ എനിക്ക് അച്ഛനേക്കാൾ മുന്നേ ആ വീട് പരിചയമുള്ള എൻ്റെ മാതാവിൻ്റെ സഹോദരിയോട് ചേർന്നുള്ള വീടാണ് അച്ഛൻ. അവിടെ ഫാദറിലായ തോമസ് അച്ഛനും ഒക്കെ ആയിട്ട് നേരത്തെ അടുപ്പമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതും പുത്തൂർ ദേശത്തിന് ഒരു പ്രകാശമായി നിലകൊള്ളുന്ന ഒരു ഭവനമാണ്. ഇവിടെയും മറ്റുള്ള ഭവനങ്ങളെ പോലെ തന്നെ പടുത്തക്കൽ കുടുംബം എന്ന് പറയുന്നത് അത്തരത്തിൽ ഈ ഇടവകയ്ക്ക് മാത്രമല്ല സമൂഹത്തിന് ഏറ്റവും മാതൃകയാകുന്ന കുടുംബമാണ്. അത്തരത്തിൽ ഇനിയും ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോണിച്ചാനും ഇനിയും ഞങ്ങൾക്ക് ഒരു മാതൃകയായിട്ടുള്ള ജഗദീശൻ ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതോടൊപ്പം തന്നെ ഞാൻ എന്ന് സൂചിപ്പിച്ചാലും സംസാരിച്ചാലും പറയും, നമ്മുടെ ഇടവകയുടെ എടുത്തു കാട്ടത്തക്ക രീതിയിൽ രണ്ട് അഭിമാനമാണ് തോമസ് പി ജോണച്ചനും പ്രസാദ് മാത്യു. തോമസ് പി ജോണച്ചൻ എവിടെ നിന്നാലും ഏത് പള്ളിയാണെന്ന് ചോദിച്ചാൽ തോമസ് പി ജോണച്ചൻ്റെ പള്ളിയാണ്. ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന ആ ഒരു ലേബൽ എന്ന് പറയുമ്പോൾ നമ്മളവിടെ അത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നു. അതുപോലെ തന്നെ പറയും ഏത് പള്ളിയാണ്, പ്രസാദ് മാത്യു അച്ഛൻ്റെ പള്ളിയാണ്. ഈ രണ്ട് അച്ഛന്മാരും തോമസ് പി ജോണച്ചനും പ്രസാദ് മാത്യു അച്ഛനും ഈ ഇടവകയ്ക്ക്, ഈ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും എന്തൊരു മുതൽക്കോട്ടാണ്. അത് നിലനിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇടവകയിലുള്ള പ്രസാദ് മാത്യു ഈ മീറ്റിംഗിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അച്ഛൻ്റെ ഇടവകയിൽ ഒരു കല്യാണം ചുനക്കരപ്പള്ളിയിൽ വെച്ച് നടത്തുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനത് അസൗകര്യം അറിയിക്കുകയും അച്ഛൻ്റെ ആശംസകൾ പ്രത്യേകമായിട്ട് ഇടവകയും പ്രിയപ്പെട്ട അച്ഛനെയും അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രസാദത്തിൻ്റെയും അച്ഛൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകളും ഈ സമയത്ത് അറിയിക്കും. നമ്മുടെ സൺഡേ സ്കൂൾ വെച്ചുള്ള പ്രിയപ്പെട്ട മോളി തോമസ് അവർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട ഇടവക വികാരി ജോയിസ് പി ജോയച്ചൻ, ബഹുമാനപ്പെട്ട തോമസ് പി ജോണച്ചൻ, ബഹുമാനപ്പെട്ട ജോണി അപ്പച്ചൻ, ഇടവക ട്രസ്റ്റി സാമുവേൽ ജോർജ്, ഇടവക സെക്രട്ടറി കോശി കെ ഡാനിയേൽ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി കോശി, ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, കടന്നു വന്നിരിക്കുന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ഇടവക വിശ്വാസികളുമേ, ഇന്ന് നമ്മുടെ ഇടവകയ്ക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു അവസരമാണ്. 25 വർഷങ്ങൾ നീണ്ട വൈദിക ശുശ്രൂഷയിലൂടെ സഭയ്ക്കും സമൂഹത്തിനും സമർപ്പിതനായ നമ്മുടെ പ്രിയപ്പെട്ട തോമസ് പി ജോണച്ചനെ ആദരിക്കാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായി, ഒരു OBBS അധ്യാപകനായി, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി, ഒരു ആത്മീയ പിതാവായി, ജീവിത മാതൃകയിലൂടെ വിശ്വാസം എന്താണെന്ന് അച്ഛൻ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചു. ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളും നന്ദിയോടെ പറയുന്നു. അച്ഛൻ്റെ സ്നേഹത്തിനും സഹനത്തിനും അച്ഛൻ്റെ പ്രാർത്ഥനകൾക്കും ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കടപ്പെട്ടവരാണ്. സൺഡേ സ്കൂൾ കുടുംബത്തിൻ്റെ എല്ലാ സ്നേഹവും ആദരവും അച്ഛന് അർപ്പിക്കുന്നു. തുടർന്നുള്ള അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആയുസ്സും ആരോഗ്യവും എല്ലാ നന്മകളും തമ്പുരാൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മുടെ വാർത്തമറിയം സമാജം സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ജെസി കോശി. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട ബിജുവച്ചൻ, വേദിയിലും സഹിച്ചിരിക്കുന്ന ബഹുമാനിയരെ, സ്നേഹിതികളായ കുഞ്ഞുങ്ങളെ, നമുക്ക് മങ്കുഴി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും ഈ പ്രദേശത്തെ സംബന്ധിച്ച സന്തോഷവും അഭിമാനകരവുമായ ഇന്നത്തെ ഈ നിമിഷത്തിന് നമ്മൾ ഓർക്കുകയാണ്. അച്ഛൻ്റെ 25 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ പദവിയിലേക്ക് നയിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ്. അച്ഛൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മോളിമായെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മർത്തമറിയ സമാജത്തിൻ്റെ ഒരു സജീവ പ്രവർത്തകർ തന്നെയായിരുന്നു. അത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഈ പദവിയിലേക്ക് നയിക്കുവാൻ ഇത്രയും വർഷം അച്ഛനെ നയിച്ച ദൈവകൃപയ്ക്കായി ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. വീണ്ടും ഔദ്യോഗിക കൃത്യങ്ങൾ വളരെ ഭംഗിയോടും കർത്താവിൻ്റെ തിരുവിധം അനുസരിച്ചും ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മർത്തമറിയ സമാജത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ പ്രാർത്ഥന യോഗത്തിൻ്റെ സെക്രട്ടറി ശ്രീമതി ലിജി. ബഹുമാനപ്പെട്ട ജോയിസ് അച്ഛൻ, ബിജു അച്ഛൻ,
ജോണപ്പച്ചൻ, ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ആത്മീയ സംഘടനകളുടെ പ്രവർത്തകർ, ഇടവക വിശ്വാസികളെ, സ്നേഹനിധിയായ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇടവകയുടെ അഭിമാനമായ ബിജുവച്ചൻ പൗരോഹിത്യ ജീവിതത്തിലേക്ക് കടന്നിട്ട് 25 വർഷം പൂർത്തീകരിച്ച് സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഞാൻ ഈ ഇടവകയിൽ അംഗമായി വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ആത്മീയ സംഘടനയായ സൺഡേ സ്കൂൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും അച്ഛൻ ഒരുപാട് സംഭാവനകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛനെ ഞാൻ ആദ്യമായി കാണുന്നത് തന്നെ എൻ്റെ വിവാഹ ശുശ്രൂഷയിലാണ് 2005. അന്നു മുതലുള്ള സ്നേഹ അന്വേഷണങ്ങൾ ഇന്നും അത് നല്ല രീതിയിൽ തുടരുന്നു. അച്ഛൻ്റെ ഒരുപാട് സംഭാവനകൾ സഫയ്ക്കും ശാലഭവൻ ഉൾപ്പെടെയുള്ള അഭയ കേന്ദ്രങ്ങൾക്കും അച്ഛൻ നൽകിയിട്ടുള്ള വിലപ്പെട്ട പ്രവർത്തനങ്ങൾ ഇടവക നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനാ യോഗത്തിൻ്റെ ആശംസകളും എൻ്റെ വ്യക്തിപരമായ ആശംസകളും അച്ഛന് അറിയിക്കുന്നു. നമ്മുടെ ഇടവകയുടെ യുവന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സെറി. ത്രിയേദയത്തിന് നല്ല രീതിയിൽ മാത്രമുണ്ടായിരിക്കട്ടെ. അധ്യക്ഷൻ വികാരി ജോസ് ബി ജോയച്ചൻ, തോമസ് ബി ജോണച്ചൻ, ജോണിച്ചാൻ, സെക്രട്ടറി, ട്രസ്റ്റി, മറ്റ് പ്രസ്ഥാനത്തെ അംഗങ്ങൾ, വിശിഷ്ട വേദിയിരിക്കുന്ന വിശിഷ്ട അംഗങ്ങൾ, ശുശ്രൂഷയുടെ ഇടവക ജനങ്ങളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഫാദർ തോമസ് ബി ജോണച്ചൻ, അഥവാ നമ്മൾ എത്രയും സ്നേഹത്തോടെ വിളിക്കുന്ന ബിജോച്ചൻ്റെ 25 വർഷം പൂർത്തീകരിക്കുന്ന വേളയിലാണല്ലോ. അപ്പം നമ്മുടെ ഇടവകയിൽ നമ്മുടെ സഭയിലും ശോഭിച്ചിരിക്കുന്ന 2 പട്ടക്കാരിൽ ഒരാളാണ് നമ്മുടെ തോമസ് ബി ജോണച്ചൻ. നമ്മുടെ ഈ ബിജോച്ചൻ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ, ഞാൻ ചെറുതായിരിക്കുമ്പോൾ കുറേ ബിജോച്ചൻ്റെ കഥകളും കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അച്ഛൻ യൂത്തിലേക്ക് കുറേ പ്രവർത്തിച്ച കാര്യങ്ങളും പിന്നെ അവർ ഒരുമിച്ചുള്ള കാര്യങ്ങളും ഒരേ കാര്യം അങ്ങനെയുള്ള മാതൃകാപരമായ കുറേ കാര്യങ്ങളും ഞാൻ എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ ഈ യൂത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഗ്രഹം ഇപ്പോഴും അച്ഛൻ ഈ പട്ടത്തിൽ ശോഭയോടെ നിൽക്കുന്നതെന്ന് ഞാൻ അതിയായി മനസ്സിലാക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ, നമ്മുടെ പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിലെല്ലാം നമ്മൾ കാണപ്പെടുന്നത്. അതുപോലെ ഈ വേളയിൽ എനിക്ക് ഓർക്കാനായിട്ട് തന്നെ നമ്മുടെ മേമ എന്ന് വെച്ചാൽ അച്ഛൻ്റെ മോള്, ഞങ്ങളുടെ അവിടെ ഒരു പ്രവർത്തിയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അവളും കൊച്ചമ്മയുണ്ട്. അതുമാത്രമല്ല, ഓരോ ഈ അച്ഛൻ്റെ ജീവിതത്തിൽ ഈ പട്ടത്തിൽ കിട്ടാൻ തന്നെ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അപ്പനും വലിയൊരു വിലയേറിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിക്കുന്നില്ല. 25 വർഷം ഈ വേളയിൽ ഇനിയും സഭയിൽ ഇതിനും ശോഭയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ യുവജനോത്സവത്തിൻ്റെ പേരിൽ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. നമ്മുടെ NGO സീസൺ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രിയപ്പെട്ട ക്രിസ്ത്യൻ കെ തോമസ്. ത്രിയേകദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്യരുമായിരിക്കുന്ന ഏവരുമേ, വിശ്വാസ സമൂഹമേ, എല്ലാവർക്കും സ്നേഹവന്ദനം. അത് തന്നെ ഇതിന് ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ ജൂബിലി ആഘോഷത്തിന് എങ്ങനെ ഒരു ആശംസ പറയണമെന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ പറയുന്നു. പക്ഷെ എന്നാൽ തന്നെ എംജിഒസിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണിത്. പ്രത്യേകിച്ച് ഈ ഇടവകയിൽ എംജിഒസ് എന്ന യൂണിറ്റ് ആരംഭിക്കാൻ കാരണം തന്നെ, എനിക്ക് ആരംഭിച്ച് മുമ്പോട്ട് ഏതാനും വർഷങ്ങൾ കൊണ്ടുപോയി തന്നെ
അച്ഛൻ്റെ മകൾ മേമ ചേച്ചിയാണ്. ഞങ്ങൾ ഇപ്പോഴും അന്നു മുതൽ ഇന്ന് വരെയുള്ള കാലങ്ങളിലും ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും NGOs എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ട പരിമിതികൾക്കപ്പുറം നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് ഒരു വലിയൊരു പങ്ക് ബിജു അച്ഛനും മേമ ചേച്ചിക്കും ഉണ്ടെന്ന് തന്നെ ഒരു ആമുഖമായി തന്നെ പറയുകയാണ്. തീർച്ചയായിട്ടും മലങ്കര സഭ, നമ്മുടെ ജോസഫിനെ സൂചിപ്പിച്ചു, മലങ്കര സഭയുടെ സൂര്യ തേജസ്സിൻ്റെ അനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് വന്ന ഈ പള്ളിയും അതിലൂടെ ആദ്യമായി തന്നെ ഈ പള്ളിയുടെ ആദ്യ ഇടവക പട്ടക്കാരനായി കയ്യൊപ്പ് നൽകി കയറാൻ ബിജുവച്ചന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു അനുഗ്രഹം, ആ സൂര്യ തേജസ്സിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വ്യക്തിപരമായി ഞാൻ മറ്റൊരു കാര്യം കൂടെ ഇത് കയ്യൊപ്പിൻ്റെ കാര്യത്തിൽ സൂചിപ്പിക്കുന്നു. ഒരു കൃത്യം പറഞ്ഞാൽ 10 വർഷം മുൻപ് ഈ വിശുദ്ധ മദ്ബഹയിലേക്ക് എന്നെയും പ്രവേശിപ്പിച്ചത് ബിജുവച്ചനാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും ഭാഗ്യമായിട്ടും അനുഗ്രഹമായിട്ടും ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ആ കൈവപ്പിനെ ഞങ്ങൾ NGOസും ഈ വിദ്യാർത്ഥി സംഘടനയെ ആദരിച്ചുകൊണ്ട് അച്ഛൻ്റെ ജൂബിലി ആഘോഷത്തിനുള്ള എല്ലാ പ്രാർത്ഥനാശംസകളും NGOസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ശുശ്രൂഷക സംഘത്തിന് വേണ്ടി ചെറിയ നാഥ് കുശി. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദേവാലയത്തെ അതിശ്രേഷ്ഠമായി നയിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ വികാരി ജോയ്സ് അച്ഛൻ, ഈ ദേവാലയത്തിൻ്റെ ആത്മീയ പുത്രൻ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഞങ്ങൾ ശുശ്രൂഷയുടെ ഒരു ഗുരുനാഥൻ ബിജു അച്ഛൻ, ഈ ദേവാലയത്തെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും കർത്താവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ബിജു അച്ഛൻ ഒരു 100 തവണ ഈ പരിശുദ്ധ മദ്ബഹായുടെ മുന്നിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്ന് ലഭിച്ചത് മാത്രമാണ്. അതിൻ്റെ അപ്പുറമായിട്ട് ഞാൻ എത്ര ദൂരം പോയാലും ഈ മദ്ബഹായിൽ നിന്നും, ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും, ഈ ബലിപീഠത്തിൽ നിന്നും ലഭിച്ച അനുഗ്രഹങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഈ ദേവാലയത്തെ സംബന്ധിച്ച് ഈ ദേവാലയത്തിൻ്റെ മൂത്ത ആത്മീയ പുത്രനാണ്. കാരണം 2 വൈദിക ശ്രേഷ്ഠരാണ് നമ്മുടെ ഈ ദേവാലയത്തിലുള്ളത്. ഒന്ന് ബിജുവച്ചനും ഒന്ന് പ്രസാദച്ചനും. ബിജുവച്ചൻ പോയി വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസാദച്ചൻ വൈദിക ശുശ്രൂഷയിലേക്ക് വരുന്നത്. ആദ്യം ബിജുവച്ചനാണ് ഈ ദേവാലയത്തിൻ്റെ മൂത്ത ആത്മീയ പുത്രനാണ്. അന്നേരം ബിജുവച്ചൻ 25 വർഷം പൂർത്തീകരിക്കുകയാണ് അച്ഛൻ്റെ വൈദിക ശുശ്രൂഷയിൽ. പൗരോഹിത്യ ശുശ്രൂഷയുടെ 25 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഈ ദേവാലയത്തിലെ വിശ്വാസികൾ, നമുക്ക് ഏവർക്കും നമ്മുടെ ഉള്ളിലൊരു സന്തോഷവും ഒരു അഭിമാനവും ഒരു ആനന്ദമൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, ഇന്നിപ്പം ഈ ദേവാലയത്തിൻ്റെ ചുമരുകൾ പോലും ഈ ദേവാലയത്തിലെ വിശുദ്ധ മദ്ബഹായും ഈ ദേവാലയത്തിൻ്റെ ബലിപീഠവും അതിയായി സന്തോഷിക്കുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് ഒട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതെല്ലാം സന്തോഷിക്കുന്നുണ്ട്. കാരണം 25 വർഷം മുമ്പ് മങ്കുടി ദേശത്തുള്ള പരിശുദ്ധ ഗീവർഗീസയുടെ മാധ്യസ്ഥമുള്ള ദേവാലയത്തിൽ വെച്ച് ബിജുവച്ചൻ പട്ടം കെട്ടപ്പെട്ടിരിക്കുക. അങ്ങനെ 25 വർഷം മുമ്പ് പറഞ്ഞത് ഈ ദേവാലയത്തിൻ്റെ മദ്ബഹായിൽ വെച്ചാണ്. പരിശുദ്ധ മാധ്യസ്ഥനെയും കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് 25 വർഷം പൂർത്തീകരിക്കുകയാണ് അച്ഛൻ. ഇപ്പം ഞങ്ങൾ ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ഒരു നല്ല ഗുരുനാഥനാണ്. കാരണം എങ്ങനെ ഒരു ഗുരുനാഥൻ ഒരു സ്നേഹബുദ്ധിയാൽ ശാസിക്കുന്ന, ഇപ്പം ഞങ്ങൾ ബാലിശബുദ്ധിയിൽ, ഞങ്ങൾക്ക് പിള്ളേർക്ക് ബാലിശബുദ്ധിയിൽ പല തെറ്റുകളും വരും. അത് ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ ശാസിക്കുന്ന ഒരു നല്ല ഗുരുനാഥനാണ് ബിജുവച്ചൻ. ഞാനാണെങ്കിൽ ഏറ്റവും മുതിർന്ന ശുശ്രൂഷകനായ കുഞ്ഞുവച്ചാൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അന്നേരം അത് പ്രത്യേകമായിട്ട് പറയുന്നു. അത് ആദ്യമേ പറയേണ്ടതായിരുന്നു, അത് പറയാൻ പറ്റിയില്ല. അന്നേരം ഈ അച്ഛൻ 25 വർഷം അച്ഛനാണെങ്കിൽ ഈ പരിശുദ്ധ മദ്ബഹായിൽ ആദ്യം കയറുമ്പം കോശങ്ങളും പ്രസാദച്ചനും ഒക്കെ ഉണ്ട്. അന്നേരം ഇപ്പം പ്രസാദച്ചൻ്റെയും കോശങ്ങളിലേക്ക് മക്കളുടെ കൂടെ അച്ഛൻ മദ്ബഹായിൽ നിൽക്കുന്നു. ഇനിയും 25 വർഷം കഴിഞ്ഞ് ഇനി 50 വർഷം പൂർത്തീകരിക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെ മക്കളായിരിക്കും ചിലപ്പോൾ ഈ പരിശുദ്ധ മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നത്. അന്ന് ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പറയും,
25-ാമത്തെ വർഷം പൂർത്തീകരിച്ചപ്പോൾ നിന്റെ അപ്പനായ നിന്നോട് പരിശുദ്ധ മദ്ബഹായിൽ നിന്ന് പറയാനത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ നിർത്തുന്നു. സർവശക്തനായ വലിയ ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവകയിലെ ബാലസമാജത്തിന് വേണ്ടി ബാലസമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ജിജി. ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട ജോയിസ് അച്ഛൻ, തോമസ് പി ജോൺ അച്ഛൻ, ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ, സ്നേഹനിധികളായ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇടവകയുടെ അഭിമാനമായ തോമസ് പി ജോൺ അച്ഛനെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് 25 വർഷം കഴിഞ്ഞ് സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. ഞാൻ ഈ ഇടവകയിൽ വന്നിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ. എന്നാലും അച്ഛൻ അന്ന് മുതലേ എന്നെ നമ്മളോടുള്ള ആ സ്നേഹവും കരുതലും എനിക്ക് ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ്. പിള്ളേരെ നേരത്തെ തന്നെ സൺഡേ സ്കൂൾ പോലുള്ള ആത്മീയ സംഘടനകൾ, എല്ലാ സംഘടനകളിലും അച്ഛൻ്റെ വലിയ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബാലസമാജത്തിലുള്ള അച്ഛൻ്റെ കരുതലും ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ ശാലോഭവനം പോലെയുള്ള അഭയകേന്ദ്രങ്ങൾക്ക് അച്ഛൻ നൽകിയ വലിയ പ്രവർത്തനങ്ങൾ ഇടവക ഇന്ന് നന്ദിയോടുകൂടി ഓർക്കുന്നുണ്ട്. തുടർന്നും ഈ സഭയ്ക്കും അച്ഛന് സേവനം അനുഷ്ഠിക്കുന്ന ഇടവകളിലും അച്ഛന് ആത്മീയമായ കരുതൽ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബാലസമാജം മങ്കുടി യൂണിറ്റിന് വേണ്ടി അനുമോദനം അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. 2 ആശംസകൾ കൂടി മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട റെനിറ്റ് അച്ഛൻ ആദ്യം ശുശ്രൂഷിച്ച കൈതക്കോട് ഇടവകയിലെ കുഞ്ഞാണ്. ഇപ്പോൾ വലിയ ആളായി. റെനിറ്റ് ഞാൻ വെളിയിൽ ഓർപ്പിച്ചതുപോലെ ഒരു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് റെനിറ്റ് വർക്ക് ചെയ്യുന്നു. രാവിലെ തന്നെ ആരാധന നമ്മളോടൊപ്പം ഉണ്ട്. റെനിറ്റ് ഒരുപാട് ദൈവത്തിനാമം മഹത്വപ്പെടട്ടെ. സ്നേഹനിധിയായ ജോയ്സ് അച്ഛൻ, എൻ്റെ ഗുരുസ്ഥാനീയനായ തോമസ് പി ജോൺ അച്ഛൻ, ട്രസ്റ്റി, സെക്രട്ടറി, മറ്റ് പ്രധാന ചുമതലക്കാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. തോമസ് പി ജോൺ അച്ഛൻ എനിക്ക് പേഴ്സണലി ആരാണെന്ന് ചോദിച്ചാൽ ഒരു 5 മിനിറ്റ് മുമ്പേ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പം ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിൽ നിർത്താൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ഗുരുനാഥനാണ്. ഒത്തിരി വൈകിപ്പിക്കത്തില്ല, എല്ലാം പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഇങ്ങനൊരു സന്തോഷകരമായ നിമിഷത്തിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ മാസത്തിൽ ഒരു കുർബാന മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബുള്ളറ്റിൻ്റെ ശബ്ദത്തിൽ തോമസ് പി ജോൺ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. അപ്പം യാതൊരു ദിശാബോധവും ഇല്ലാതിരിക്കുന്ന എൻ്റെ സീനിയറായിട്ടുള്ളവരെ ഒരു നല്ല യുവതലമുറ ആ പള്ളിയിലുണ്ടായിരുന്നു. അവരെയൊക്കെ നല്ല ദിശാബോധം പകർന്ന് ഞങ്ങളുടെ ഇടവയ്ക്ക് ആത്മീയമായി നല്ല ആരാധനാബോധം, പാട്ടുകളൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഒന്നേന്ന് വീണ്ടും ഒരു പുതിയ സമൂഹത്തെ എങ്ങനെ ഒരു ഓർത്തഡോക്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിപ്പിച്ചെടുത്ത് ഇപ്പോഴും ഓരോ ഗാനങ്ങൾ പാടുമ്പോഴും അച്ഛനെ ഓർക്കും. കാരണം അച്ഛനാണ് അതെല്ലാം പഠിപ്പിച്ചത്. ഞങ്ങളുടെ പള്ളിയിൽ എല്ലാവരും എല്ലാ ദിവസവും അച്ഛനോട് കടമുണ്ട്. കാരണം പള്ളിയിലെ മഴ വലിക്കുമ്പോൾ 3 ഐക്കണുകളാണ് കാണുന്നത്. ഭയങ്കര എസ്തെറ്റിക് സെൻസിൽ അച്ഛൻ അന്ന് വെച്ച 3 ഐക്കണുകൾ ഇന്നും പുറത്തുനിന്ന് വരുമ്പോൾ ചോദിക്കുന്നത് ആരാ വരപ്പിച്ചതെന്ന് ചോദിച്ചാൽ അച്ഛനാണ് വരപ്പിച്ചത്. അങ്ങനെ എനിക്കും ഞാൻ അടങ്ങുന്ന ഒരു യുവതലമുറയ്ക്കും ഒത്തിരി 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 വെളിച്ചം പകർന്ന ഒരു അച്ഛനാണ് തോമസ് പി ജോൺ അച്ഛൻ. സുകുമാർ അഴീക്കോട് സാർ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരുന്ന 2 വാക്കുകളാണ് എനിക്ക് അച്ഛനെ കടമെടുത്തുകൊണ്ട് പറയാനിരിക്കുന്നത്. ഒത്തിരി നക്ഷത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആകാശമാണ് അച്ഛൻ. ഇനിയും ലോകത്ത് എവിടെയാണെങ്കിലും അച്ഛൻ ഇനിയും പ്രകാശിച്ച് കുറേയേറെ യുവതലമുറയ്ക്ക് ദിശാബോധം നൽകുവാൻ ദൈവം ഇടയാക്കട്ടെ. അച്ഛൻ്റെ പിതാവ്, മാതാവ്, റെനിക്കൊച്ചന്മാരൊക്കെ നമുക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. അച്ഛൻ ഞങ്ങളുടെ ഇടവകയ്ക്ക് നൽകിയ എല്ലാ അധ്വാനത്തിനും ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അർപ്പിക്കുന്നു.
അച്ഛൻ്റെ തുടർന്നുള്ള ആരാധന ജീവിതത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട മത്തായി കുട്ടിച്ചാന് ഒരു വാക്ക് ആശംസ അറിയിക്കും. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പള്ളിയിലെ സെക്രട്ടറി ട്രസ്റ്റി വേദിയിലിരിക്കുന്നത്, ബിജു അച്ഛൻ ജനിക്കുന്ന സമയത്ത് എനിക്ക് 10-15 വയസ്സോളമുണ്ട്. അന്ന് തൊട്ട് അച്ഛൻ്റെ ഓരോ ചലനങ്ങളും പഠനവും എല്ലാം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നൊന്നും ഒരു വിചാരമില്ലായിരുന്നു ബിജു അച്ഛനാകുന്നത്. പക്ഷേ ദൈവവിളി എന്ന് പറഞ്ഞാൽ മതി, അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് വന്ന് അച്ഛനെ അച്ഛനാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒരു പട്ടക്കാരൻ ആയി വരുന്നത് വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അച്ഛനിപ്പോൾ വിദേശത്താണ് സർവീസ് നടത്തുന്നതെങ്കിലും എല്ലാവർക്കും അറിയാം മങ്കുഴിപ്പള്ളിയിലെ അച്ഛനാണ് ബിജു അച്ഛൻ എന്നുള്ള വിവരം. നമ്മുടെ ഗോർലോസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് വരെ അച്ഛൻ ആദ്യം ജോലി ചെയ്തു. ആ തിരുമേനിയുടെ ഉപദേശത്തിലും സംരക്ഷണത്തിലും അച്ഛൻ ശരിക്കും ഒരു അച്ഛനായിട്ട് തീർന്നു. ചെമ്മാച്ചനായപ്പോഴേ ഒരു അച്ഛൻ്റെ പക്വതയും എല്ലാം അച്ഛന് കിട്ടിക്കഴിയും. ഏതായാലും അച്ഛൻ ഇപ്പോൾ നല്ലൊരു ദൈവത്തിൻ്റെ ദാസനായിട്ട് ജീവിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ജാതിമത ഭേദമന്യേ അച്ഛൻ എല്ലാവർക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ നന്ദിയോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഞാൻ പറയുന്നു. അച്ഛനെ ഈ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അടുത്ത ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കല്ലമ്പറമ്പിൽ കുടുംബത്തിന് വേണ്ടി അച്ഛനെ ഇപ്പോൾ ആരവണിയിച്ച് ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നു. അച്ഛനെ നമ്മുടെ ഇടവകയുടെ ഉപഹാരങ്ങൾ ഈ സമയത്ത് കൃത്യമായിട്ട് സമർപ്പിക്കണം. അത് അവസാനം കൊടുക്കണം എന്നുള്ളത് ആദ്യമേ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് പള്ളിയുടെ ആദ്യമായിട്ട് കൊടുത്തത്. പള്ളിയുടെ ഉപഹാരം ആദ്യമായിട്ട് സമർപ്പിക്കുന്നു. ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി ഞങ്ങളുടെ മുൻപോട്ട് വന്നാണ്. ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി ഞങ്ങൾ എല്ലാവരും മുൻപോട്ട് നടന്നു. എടുത്തു
ഇവിടെ സൺഡേ സ്കൂളിന് വേണ്ടി ഈ സമയത്ത് സൺഡേ സ്കൂൾ അധ്യാപകരും കുഞ്ഞുങ്ങളോട് മുൻപോട്ട് വന്നാണ് ഉള്ളവരൊക്കെ പോലെ എല്ലാ ആത്മീയ സംഘടനകളുടെയും ചുമതലക്കാരും അതിൻ്റെ പ്രവർത്തകരും എല്ലാം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ആരും വരില്ലേ? ആൾക്കൂടെ കയറിയിരിക്കണം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇടവകയുടെ മർത്തമറി സമാജത്തിന് വേണ്ടി ഈ സമയത്ത് ആദരവ്. ഇനി വരുന്നേ ഒരു വിഷയമില്ല, നമ്മുടെ ഫോട്ടോ ഇവിടെ കിട്ടുന്നുണ്ട്. പ്രാർത്ഥനായോഗത്തിന് വേണ്ടി പ്രാർത്ഥനായോഗത്തിൻ്റെ പ്രാർത്ഥനായോഗങ്ങളുടെ എല്ലാവരും ഇവരൊക്കെ തന്നെയാണ്. ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ഇടവകയുടെ യുവജന പ്രസ്ഥാനം അച്ഛനത് കൈവിളിക്കാൻ പ്രത്യേകമായിട്ട് രചന ജൂബിലി സമ്മാനമായിട്ട് നൽകി. ഇടവകയുടെ ശുശ്രൂഷ സംഘം ഇടവകയുടെ ശുശ്രൂഷ സംഘം ഒരു മനോഹരമായ കുരിശാണ് അച്ഛന് സമ്മാനമായിട്ട് നൽകുന്നത്. ബാലസമാജം NGOs സമാജത്തിന്റെ കുഞ്ഞുങ്ങളും അധ്യാപകരും എല്ലാം വന്നാണ്. മുമ്പേ നിൽക്കാത്ത കുഞ്ഞുങ്ങളെല്ലാവരും വന്നു. ബാലന്മാരായ കുഞ്ഞുങ്ങളും ബാലികന്മാരായ കുഞ്ഞുങ്ങളും
ഇടവകയുടെ MGOCSM പ്രത്യേകമായൊരു ഉപഹാരം അച്ഛന് നൽകുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ്, അവരുടെ ബുദ്ധി, നിർമ്മത ബുദ്ധിയോട് ചേർത്ത് വെച്ച് ഒരു സ്പെഷ്യൽ സമ്മാനമാണ് അച്ഛന് പ്രത്യേകമായിട്ട് നൽകുന്നത്. അച്ഛൻ ഈ സമയത്ത് അത് റിലീസ് ചെയ്ത് നമ്മളെ കാണുന്നു. അച്ഛനെ വിശുദ്ധ മദ്ബാഹയിലേക്ക് ഈ മങ്കുഴി പള്ളിയിൽ വെച്ച് 25 വർഷത്തിന് മുമ്പ് പരിശുദ്ധ കാതോലിക്ക ബാബു മനസ്സുകൊണ്ട് പ്രവേശിപ്പിക്കുന്നതിൻ്റെ രൂപം ഇന്നത്തെ കാലത്തിനനുസരിച്ച് ക്രമീകരിച്ച ഒരു ഫോട്ടോയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ സമ്മാനവും സ്നേഹവും കൂടി പ്രിയപ്പെട്ട അച്ഛൻ. ഇനി ആർക്കെങ്കിലും നമ്മുടെ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഇസ്മാമിക്ക് ഇടവകയുടെ സൺഡേ സ്കൂളിലെ സജീവ അധ്യാപികയാണ്. ഇപ്പോൾ 5 വർഷത്തേക്ക് അവധി ചോദിച്ചിരിക്കുകയാണ്. അവധി അനുവദിച്ചിട്ടുണ്ട്. ഇടവകയുടെ ഒരു ആദരവ്, സൺഡേ സ്കൂളിൻ്റെ ഒരു ആദരവ് പ്രിയപ്പെട്ട ബിജു ജനീസിനായിട്ട് പ്രത്യേകമായിട്ട് ഉപഹാര സമർപ്പണങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ബിജു അച്ഛൻ്റെ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയും അതിനുശേഷം കൈകൊത്തുകയും സെമിത്തേരിയിൽ ഉപഹാരപ്പണം നടത്തുകയും ചെയ്തു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ ഈ യാത്രയിൽ അല്പം പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇവിടെ സംഭവിച്ചത്. 25 തൊണ്ടപ്പള്ളി ഒരു സൺഡേയിൽ ഒരു കറ്റഗറൈസിയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ മറ്റൊരിടത്തും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോൾ അത് ഞാനും ഓർത്തില്ല. എങ്ങനെയാണ് അച്ഛനത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പ്രതീക്ഷിതമായിട്ടെത്തിയ ഒരു കാര്യത്തിൽ ഒരുപാട് മിക്സഡായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കുള്ളത്. പക്ഷെ അതൊന്നും ഇപ്പം പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല. 1-2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാം. ഞാൻ ഇപ്പം ഈ ഫോട്ടോ കാണിക്കുന്നത് ഈ കൈ പിടിച്ച് പട്ടവൻ തരാനായിട്ട് വിളിച്ചോണ്ട് പോകുന്നത് ഞാൻ ഒത്തിരി കരഞ്ഞു. അതെനിക്ക് നല്ല ഓർമ്മ. എൻ്റെ ശമാശപ്പട്ടത്തിനും ഈ വൈദിക പട്ടത്തിനും തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കരഞ്ഞു. എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഒരു പക്ഷേ എൻ്റെ യോഗ്യതയില്ലായ്മ കൊണ്ടായിരിക്കും. ഇപ്പോഴും അതിൻ്റെ തുടർച്ചയാണ്. ഒരു പക്ഷേ ജീവിതം മുഴുവൻ നിലവിളിയായിരിക്കും. നമ്മളോടൊപ്പമുള്ളവരും കടന്നു പോകുന്ന കാര്യങ്ങളോട് നടത്തി നിൽക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് കരച്ചിലായിരുന്നു. പക്ഷെ അതിനെ ലജ്ജയില്ലാതെ കരയാൻ പറ്റും കർത്താവിൻ്റെ മുമ്പിലായിരുന്നു. വേറെ എവിടെയാണെങ്കിലും നമുക്കൊരു ലജ്ജ തോന്നും. പക്ഷെ ബലിപീഠത്തിന് മുമ്പിൽ വാവിട്ട് കരയുന്നത് നമുക്ക് കുഴപ്പമില്ല. അതുപോലെ പട്ടം തരുന്ന സമയത്ത് ഇപ്പോഴും എൻ്റെ മുഖത്ത് അടിക്കുന്നത് ബാലനയുടെ കൈയുടെ ചൂടാണ്. ഈ പട്ടം വെളുക്കുന്ന മുഖത്തിൽ 2 കൈകളുടെ മുഖം മുഴുവനും കഴുത്തെല്ലാം തഴുകുന്ന ഒരു ശുശ്രൂഷയാണ്. ആത്മാവിൻ്റെ ചൂടെന്ന് സഭേദന വ്യാഖ്യാനിക്കും. പക്ഷെ തിരുവയുടെ കൈയുടെ ചൂട് ഇപ്പോഴും നമ്മുടെ മുഖത്തുണ്ട്. അത്
പരമ്പരകളുടെ ഒരു ചൂടും അനുഗ്രഹങ്ങളുടെ ചൂടും ഒക്കെ ആയിരിക്കും. ഞാനിങ്ങനെ ആവുന്നതിന് മാതാപിതാക്കളും എല്ലാവരും ഉണ്ടെങ്കിലും ഞാനിങ്ങനെ ആവുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ പള്ളിയിലെ കുഞ്ഞുങ്ങൾ സുജയും ഗീതയും ഒക്കെ ആയിരുന്നു അതിൻ്റെ പ്രധാന കാരണം. സുജ, ഗീത, ദീപയൊക്കെ അന്ന് ഇവിടെ സൺഡേ സ്കൂളിൽ ഇല്ലായിരുന്നു. ഒരു ദിവസം ഈ പള്ളിയുടെ നടയിൽ ഞങ്ങൾ ചുമ്മാ നിന്നപ്പോൾ പിള്ളേർ എന്നോട് ചോദിച്ചു, കായലിൻ്റെ ഭാര്യ ആരായിരുന്നു ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നമ്മളെ കൊടുക്കാൻ ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് ഉത്തരമില്ലായിരുന്നു. പക്ഷെ ആ ചോദ്യമാണ് ഞാനിവിടെ നിൽക്കാൻ കാരണം. അതാരാണെന്ന് അന്വേഷിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ പറയാം. അടുത്ത ആഴ്ച ഞാൻ അവർക്കൊരു ഉത്തരം കൊടുത്തു. അന്ന് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഇവിടുത്തെ സൺഡേ സ്കൂൾ. പിന്നീട് അതാണ് കുറേ കൂടെ വിപുലമായ സൺഡേ സ്കൂളും OBBS-ഉം പിന്നെ കുഞ്ഞുങ്ങൾ മാത്രം തുടങ്ങിയ ഒരു പ്രാർത്ഥനയുമാണ്. 10-60 പേര് കൂടുതൽ ആ മീറ്റിങ്ങിൽ കൂടുമായിരുന്നു. നമുക്ക് ചോദിക്കാൻ പറഞ്ഞ ആരുമില്ലാതിരുന്ന കാലത്ത് അങ്ങനെ നടന്ന ഒരു സമയമാണ്. പ്രസാദിച്ചിലൊക്കെ ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വന്നതാണ്. അതുകൊണ്ട് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഈ പള്ളിയിലെ കുഞ്ഞുങ്ങൾ. ഞാനെപ്പോഴും പറയും, ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഒരാൾ. ഞാൻ ശരിക്കും നഷ്ടം വന്നെങ്കിൽ ഞാനേ ഉള്ളൂ. ബാക്കി എല്ലാവരും നല്ല സാഹചര്യങ്ങളിൽ ജീവിക്കും. വിഷമങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം കൈ പിടിച്ചാൽ നമുക്ക്. അപ്പോൾ ഈ ഇടവകയാണ് എനിക്കിങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് അവസരം തന്നത്. അതുപോലെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫാസ്റ്റ് ചെയ്യുന്നത് 3 ദിവസം ഫാസ്റ്റ് ചെയ്യുന്നത് സുജയുടെ ഉപ്പായിക്ക് വേണ്ടിയാണ്. എനിക്ക് ഫാസ്റ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. കുഞ്ഞുമനുഷ്യൻ കയ്യിലൊരു ഇൻഫെക്ഷൻ വന്ന് വളരെ ഗുരുതരമായ ഒരവസ്ഥയിൽ ആശുപത്രി കണ്ടുവരുമ്പോൾ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം. വെറുതെ അന്ന് ഫാസ്റ്റ് ചെയ്തു. 3ാമത്തെ ദിവസം സർജറി കഴിഞ്ഞ് ആള് സുഖമായി വരുന്നു ഒരവസ്ഥയിലേക്ക് വന്നത് ഒരു ബോധമില്ലാത്ത ഒരു കാലത്ത് ഉണ്ടായ ഒരു കാര്യമാണത്. അതുപോലെ പള്ളിയിലെ പലരും എൻ്റെ അമ്മമാരും അപ്പന്മാരും ഞാൻ വിചാരിക്കുന്നവരൊക്കെ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളല്ല, പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല. പക്ഷേ ഈ ശുശ്രൂഷയ്ക്കൊക്കെ നിൽക്കുന്നതുകൊണ്ട് പറയുന്നതായിരിക്കും. ഒരു പക്ഷേ പ്രാർത്ഥിക്കാൻ പഠിച്ചത് ഞാൻ അവിടെ സമയം എടുത്തും ഒക്കെ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ശീലിച്ചത് അത്തരം ആവശ്യമാണ്. നിങ്ങളെല്ലാവരും ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താണ് എവിടെയാണ് ഇത് തുടങ്ങിയത്. ഈ നമുക്കൊരു സ്ഥലം വലുതായിരിക്കണം, വലിയ സമൂഹമായിരിക്കണം, വലിയ പ്രൗഢിയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കണം എന്നൊന്നുമില്ല. വളരെ കുറച്ചൊരു സമൂഹത്തിൽ നിന്നും ഒരാളിന് നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. ഞാൻ നല്ലതായി എന്നോ 25 വർഷമായതുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ നിറയിലാണെന്നായി ഞാനൊന്നുമല്ല അങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കാൻ ഒരു ചെറിയ സമൂഹത്തിൽ നിന്ന് അവസരമുണ്ട്. ഇന്ന് ഈ ലഭിച്ചത് ആദരവെന്നുള്ള വാക്ക് വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ മാറ്റിവെക്കുകയാണ്. ആദരവല്ല, ഒരു അംഗീകാരം. അതിനൊക്കെ ഉപരി സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു എക്സ്പ്രഷൻ. ഇത് ഞാൻ ഒറ്റയ്ക്ക് സ്വീകരിക്കുന്നതല്ല. ഈ ഇടവകയില്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾക്ക് ഒരുമിച്ച് പങ്കിടാനുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നുവെന്നാണ് ഞാൻ വിചാരിക്കുക. എനിക്ക് പറയാൻ ഒരുപാട് പേരെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ ഞാനൊന്നും ഇപ്പം സമയം എടുത്തതില്ല. എപ്പോഴെങ്കിലും ഞാനത് ഷെയർ ചെയ്യും. പിന്നെ മദ്ബഹായിലേക്ക് അയച്ചത് പ്രോത്സാഹിച്ചല്ലോ. അച്ഛനോട് ഞാൻ അമ്മയോട് നിൽക്കുമ്പോൾ എനിക്ക് ഉദയ കയറണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പോഴേ തന്നെ കയറുന്ന കഴിഞ്ഞിട്ട് ഭയങ്കര പാടാക്കിയ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പിന്നെ അച്ഛനോട് നിർബന്ധം പറഞ്ഞു, എനിക്ക് പോകണം, നീ കയറണം. ഒരു പക്ഷേ അത്ര നിർബന്ധം ഇല്ലെങ്കിൽ നമ്മൾ പോയിക്കോട്ടെ, അതല്ല കയറിയാണെന്ന് വാശിയുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അച്ഛൻ എന്നെ മുടക്കി വിലക്കിയത്. പക്ഷെ എനിക്കത് വേണമെന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ മദ്ബഹായുടെ ദൂരം എന്ന് പറഞ്ഞിട്ടല്ല, കോശിയും കൊച്ചുവിനും സന്തോഷഭാവനും ഒക്കെ നിൽക്കുന്നത് എനിക്ക് ഇവർ മാത്രം അങ്ങനെ നിൽക്കേണ്ടെന്ന് ചിന്തയായിരുന്നു. അവരോടുള്ള അടുപ്പത്തിലാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് എവിടെയാണ് കയറിയത്. ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അവർ മെഴുകുതിരി എങ്ങനെ എടുക്കണം, ഒരു മണി എങ്ങനെ എടുക്കണം, ശ്വാസപ്പ എങ്ങനെ നടക്കണമെന്നത് ഈ പള്ളി തന്ന അറിവുകൾ. അതിൽ കൂടുതൽ ഞാൻ ഇതിന് പഠിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് കോശി അച്ഛനെയും KK വർഗീസ് അച്ഛനെയും ഷിബു അച്ഛനെയും കോശിമത്തി അച്ഛനെയും ഞാൻ ആദ്യമായിട്ട് പട്ടമേറ്റിട്ട് വന്ന് എൻ്റെ ആദ്യത്തെ കുർബാന പെന്തക്കോസ്തി പെരുന്നാളാണ്. റജി അച്ഛൻ പട്ടമേറ്റ് വന്നിട്ടുള്ള അച്ഛൻ്റെ ഫസ്റ്റ് ഇയറാണ്.
അച്ഛൻ ആ വർഷം പെന്തക്കോസ്ത് സർവീസ് നടത്തിയിട്ടില്ല. അച്ഛൻ്റെ ക്ഷണമല്ല. പക്ഷെ ഞാൻ പട്ടമേറ്റ ദിവസമായതുകൊണ്ട് അച്ഛൻ മാടത്തുനിന്ന് എനിക്ക് വേണ്ടി ഞാൻ ആദ്യമായി വീക്ഷിക്കുന്ന ശുശ്രൂഷ പെന്തക്കോസ്തി പെരുന്നാൾ. അങ്ങനെ പോലും നമ്മളെ കരുതിയ മനുഷ്യരുണ്ട്. അവരുടെ ക്ഷണം പോലും മാറ്റിവെച്ച് എന്തിനാണ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. അപ്പം ഞങ്ങൾ നോക്കിയാൽ ഒരുപാട് പേരുടെ ഔദാര്യവും ദയവും കാരുണ്യവും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിനൊന്നും അർത്ഥത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരിന്ന് റെനിറ്റ് ഇവിടെ വന്നത് റെനിറ്റിനെ ഞാൻ വിളിച്ചത് ഇതിനൊന്നുമല്ല, എനിക്കറിയത്തില്ല. ഞാൻ റെനിറ്റിനെ പറഞ്ഞത് നീ ഒരു ദിവസം വരാൻ പറഞ്ഞുകൊണ്ടുണ്ടെന്നാണ്. ഞാൻ കൈതക്കോട് പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രാർത്ഥന യോഗത്തിൽ ഈ പ്രാർത്ഥന യോഗം എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പരിപാടി. അതിനകത്ത് പിള്ളേരുടെ ക്വിസുമൊക്കെ ചോദിക്കും. ആ കൂട്ടത്തിൽ ഈ വിശ്വാസപ്രമാണം എഴുന്നേറ്റിരുന്ന് കാണാതെ വേണം പിള്ളേർ. ഞാൻ ആദ്യമായിട്ട് കൂടിയ പ്രാർത്ഥന ഇവരാണ് എഴുന്നേറ്റ് വിശ്വാസപ്രമാണം കാണാതെ ചെല്ലുന്നത്. അപ്പോൾ എന്തിനും കൈയടിക്കുകയൊക്കെ ചെയ്യാം. എന്തോ വിശ്വാസപ്രമാണം കാണാതെ എഴുതുന്നത് ഇത്ര കൈയടിക്കുന്നത് 6 റേറ്റാണ് ഇതിൻ്റെ അവിടെ നിൽക്കുന്നത്. ഞങ്ങൾ 2 സ്ഥലങ്ങളിലാണെങ്കിൽ പോലും പങ്കെടുക്കുകയെല്ലാം കാണിക്കുന്നത്. റേറ്റ് ദൈവം അനുഗ്രഹിച്ച ഒരു പൈതലാണ്. ആ പള്ളിയിലെ വളരെ കൊച്ചൊരു ഇടവകയും ഒരു എന്താ പറയുക ശരിക്കും ഒരു ഗ്രാമപ്രദേശം. പക്ഷെ അവിടുത്തെ എല്ലാ വീടുകളും എല്ലാ മക്കളും ഓരോ രംഗങ്ങളിൽ ശോഭിക്കുന്നു. അതിലൊരാളാണ് റേറ്റ് ഫിലിപ്പീനുകളിലാണ്. ഇപ്പോൾ അടുത്ത സമയത്ത് ചെയ്തിരിക്കുന്ന ഒരു പേരെന്താ ഓഫീസർ ഓഫ് ഡ്യൂട്ടിയുടെ അതിൻ്റെ പ്രൊഡക്ഷൻ ലെവലുണ്ടായിരുന്നു. പള്ളിച്ചട്ടത്തിൽ നടന്നത് ഇഷ്ടമുള്ള പള്ളിച്ചട്ടത്തിൽ നടന്ന മൂവിയിലാണ് ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നത്. പൃഥ്വിരാജിനുള്ള ഞാൻ പറഞ്ഞ അവൻ്റെ ലെവൽ ഇപ്പോൾ അതാണ്. പക്ഷെ അവനിന്ന് കുപ്പായിട്ടുള്ളത് ആർക്കെങ്കിലും അറിയാമോ? അവൻ മൂവി ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ ചെന്നിട്ടും നോമ്പ് ഉപവാസം എടുക്കുന്ന തരത്തിലാണ് നമ്മുടെ സഭയ്ക്ക് അഭിമാനിക്കുന്നത്. എന്തിനും സാധ്യതയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഒരുത്തൻ 50 നോമ്പ് എടുത്ത് ആ ഞായറാഴ്ചകളിൽ ബലിപീഠത്തിനരികിൽ ഉപ്പായിട്ട് നിൽക്കണമെങ്കിൽ അതും ഒരു ദൈവകൃപയാണ്. അതുകൊണ്ട് റെൻറ്റിനോട് വന്ന് ഒരു വലിയ അനുഗ്രഹമാണ്. എനിക്കറിയാം നമ്മൾ ഇങ്ങനെ സമയം എടുക്കാൻ പാടില്ല. വാങ്ങിപ്പോയാലും ഓർത്തവിടെ സന്ദർഭം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയി. ഈ മീറ്റിംഗ് നടക്കുമ്പോൾ എനിക്ക് വിഷമമാണ്. എൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങളെല്ലാവരും വിളിച്ചെടുത്താലും നിങ്ങൾ പക്ഷെ ഇതിനോട് ദേഷ്യം തോന്നരുത്. കാരണം ഞാൻ എവിടെയായാലും ഈ പള്ളി നിങ്ങളുമാണ് എൻ്റെ മുമ്പിലുള്ളത്. എവിടെയായാലും നിങ്ങളെയൊക്കെ ഓർത്തിട്ടേ ഞാൻ എൻ്റെ കുർബാന പൂർത്തീകരിക്കാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വന്നാലും അതിനെ ബാധിക്കും. നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ, നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ വിഷമങ്ങൾ വരുമ്പോൾ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ അവിടെയെല്ലാം പറയുന്നത് നിങ്ങളെക്കുറിച്ചാണ്, ഈ പള്ളിയെക്കുറിച്ചാണ്, ഇവിടുത്തെ കുർബാനയെക്കുറിച്ചും ഓൾട്ടറിനെ കുറിച്ചുമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ലതായിരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. പരസ്പര പ്രാർത്ഥനയിലുണ്ടാകും. കൊച്ചു പള്ളിയാണ്. എല്ലാവരും കെട്ടിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. എനിക്കിപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആഗ്രഹിക്കാനും പറ്റും. പെട്ടെന്ന് ഓടി വരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും ഒരുമിച്ച് നിന്ന് ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്യണം. നമ്മൾ എത്ര നാൾ ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ എന്നെ ഒരുപാട് സ്നേഹിച്ച അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അർഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് എപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞാനൊരു അതുപോലെ ഒരു മെഴുകുതിരി കയ്യിലെടുക്കുമ്പം അമ്മയുടെ കാര്യമായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളായിരുന്നു അമ്മയും നമ്മുടെ കുറിയുടെയൊക്കെ പ്രാർത്ഥന തന്നെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കല്ലറ നമ്മുടെ ഒരു ഊർജ്ജ സ്രോതസ്സാണ്. നിങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും, നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും അതിൻ്റെ തലേന്ന് കല്ലറയ്ക്ക് പോയി നിന്നാൽ മതി. അവിടെ കിടന്നുകൊണ്ട് അവർക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റും. നമ്മളവരെ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ അവരെ കൃത്യമായി കൂടെ പോകണം. അവർക്ക് നമ്മളെ ഭയങ്കരമായി അനുഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് ആ കല്ലറ നമ്മുടെ ജീവൻ്റെ സ്ഥലമാണ്. അവിടെ പോകണം. ഈ പള്ളി സമയത്തിന് പള്ളി വേണം. ഇന്നും നോക്കി സമയത്തൊന്നും വരാൻ നമുക്ക് പറ്റുന്നില്ല. ഞാൻ ജോലി ചെയ്ത കാനഡയിൽ മഹാശൈത്യത്തിൽ 100 കിലോമീറ്റർ ദൂരം നിന്ന് ഓടി 8:30 പള്ളിയിൽ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പായിരുന്നവർ. അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ഞങ്ങൾക്ക് എഴുതേക്കാൻ താമസിച്ചു, ചായ ഇടാൻ താമസിച്ചു പറയാൻ പാടില്ല. ആരംഭം മുതൽ അവസാനം വരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പള്ളിയോട്. സമയം പാലിക്കണം. ദൈവത്തിനുള്ളിൽ ചെലവിടുന്ന സമയമാണ് നമ്മുടെ ലാഭം. നാളെ ഉണ്ടാകുമെന്നില്ല.
അതുകൊണ്ട് ഈ പള്ളിയെ സ്നേഹിക്കുക, ഈ പരിപീഠത്തെ സ്നേഹിക്കുക, കിട്ടുന്നിടത്തോളം കുർബാന മേടിക്കുക. എല്ലാ ആഴ്ചയും ഇന്നലെ കിട്ടി നാളെ വേണ്ടെന്ന് വിചാരിക്കരുത്. എന്ന് കിട്ടിയാലും മേടിക്കും കുർബാന. ആ കുർബാനയാണ് നമ്മുടെ ജീവൻ, ആ കുർബാനയാണ് നമ്മുടെ കാര്യം. പള്ളി വരുന്നത് കുർബാന കാണാനല്ല, കുർബാന അനുഭവിക്കാനാണ്. അനുഭവിക്കാൻ തന്നെ ഇരിക്കുകയാണ്, കുർബാന അനുഭവിക്കണം. അതാണ് നമ്മുടെ കാര്യം. അതുകൊണ്ട് ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു. ഇങ്ങനെ സമയം കണ്ടെത്തിയതിൽ പ്രത്യേക അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും ഇടവകളുടെ എല്ലാ സംഘടനകളോടും വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾ എൻ്റെ കുടുംബത്തെയും പ്രത്യേകം ഓർത്തതിന് അവരുടെ ഭാഗത്തു നിന്ന് നന്ദി പറയാണ്. ഈ മേമയാണെങ്കിലും പിള്ളേരാണെങ്കിലും ധനിയാണെങ്കിലും ഇവിടുത്തെ ഈ പാരിഷിൻ്റെ ഗ്രൂപ്പ് ഞങ്ങളെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അപ്പോഴെപ്പോഴും അറിയാൻ പറ്റും. അതൊരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് അവരുടെയും സ്നേഹവും സന്തോഷവും ഈ സമയത്ത് അറിയിക്കുന്നു. ലോകത്തെവിടെയുള്ള നമ്മുടെ അംഗങ്ങൾ അവരെല്ലാവരും നല്ലതായിട്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൊള്ളുന്നു. ഒരിക്കൽ കൂടി അച്ഛനോടും സ്നേഹവും ആദരവും ആശംസകളും അറിയിക്കുന്നു. ദൈവം ബലപ്പെടുത്തട്ടെ. നമുക്ക് ഈ സമയത്ത് എഴുന്നേറ്റ് കൈമുത്താം. കൈമുത്തി വടക്കേ വാല വഴിയായിട്ട് നമുക്ക് പോകുമ്പോൾ നേർച്ച കൃത്യമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ശേഷം ഉടൻ തന്നെ സെമിത്തേരിയിൽ പൊതുവായ രൂപാന്തരം ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിക്കും. iPhone XT. നിന്ദാസന്മാർക്കാശ്വാസങ്ങൾ ഈണം നാഥ സിദ്ധന്മാരോടൊപ്പം നിത്യവാസം തന്നിൽ വാങ്ങിപ്പോയോ കുദ്ധാനത്തിൻ നാളിൽ ജീവൻ ഏകീ തേജോ വസ്ത്രം നൽകുന്നോരേ സ്തോത്രം. കൂട്ടം കൂട്ടം വംശം വംശം വന്നിടുന്നു പെട്ടെന്നീയോ ഗത്തിൽ നിന്നും പോയി പോകുന്നു. കണ്ടാലും വൻ പാലത്തിങ്കൽ പന്തിക്കേത്തി പിമ്പിൽ നിൽപ്പോ ക്രന്തിതള്ളും മുമ്പന്മാരെ ഈദുർലോക തീർന്നോരെല്ലാം വീഴുന്നു. യോഗസ്നേഹ വാസം നീടാൻ നേടുന്നില്ല. മട്ടിൽ വാസം ചെയ്യുവാൻ എനിക്കുമ്പോൾ ധന്യന്മാരും യാഗക്കാരും പോൽപ്പായുന്നു. ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു. ജീവാന്ത്യത്തിൽ മാടെന്നോണം മാനിടുന്നു. നാളിൽ കർത്താക്കന്മാർ രാജാക്കന്മാർ ഇന്നൽപ്പന്മാർ സായശ്രേഷ്ഠ
മധ്യേ പാലേ പാലായി വന്നോ പുത്രൻ വന്നിൻ മൃത്യു പ്രാർത്ഥിച്ചോനേ രണ്ടാം മൃത്യു കാസാരങ്ങൾ കേടല്ലേ. തോട്ടം